അല്ലേ കൊച്ചായി ആളില്ലേ? അതെ ഇവിടെ ഒരു സ്റ്റൂൾ ഇവിടെ കിടപ്പുണ്ടെന്ന് തങ്കം പറഞ്ഞു. നിങ്ങളുടെ സ്റ്റൂളോ? ഞങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ അളിയൻ്റെയാണ്, കനകാളിയൻ്റെ. അപ്പോൾ അത് ഇവിടെ കിടപ്പുണ്ട്, അതൊന്ന് എടുക്കാൻ വന്നതാ. അളിയൻ്റെ സ്റ്റൂളോ? ആ, അതിപ്പോ ചേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിനാണോ എടുത്തിട്ട്? ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്റ്റൂളാണല്ലോ. അവകാശപ്പെട്ടതോ? ആ, അതെ. എന്നുവെച്ചാ അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയൻ എനിക്ക് അവകാശപ്പെട്ടത്, അളിയൻ്റെ സ്റ്റൂളും എനിക്ക് അവകാശപ്പെട്ടത്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ അവിടെ കൊണ്ടിടാനുള്ള സ്റ്റൂളാണല്ലോ. അതിപ്പോൾ നേരത്തെ എങ്ങാണ്ടോ ഇവിടെ ഇട്ടിരുന്നു, നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയതാ. അല്ല, അത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ കുറച്ചൊരു അവസരം തന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്റ്റൂൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകും. കൊച്ചിന് ഞാൻ മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? എൻ്റെ അളിയനെ അറിയാമോ? എൻ്റെ അളിയൻ കനകനെ കണ്ടിട്ടുണ്ടോ? അറിയാം. കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല, പക്ഷെ എനിക്കറിയാം. അതായത് ഈ ഹവിൽദാര മോനാണ് കനകൻ. ഹവിൽദാർ ലഡാക്കിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സ്റ്റൂളാണിത്. പഴയ സ്റ്റൂളാണ്, നല്ല പാരമ്പര്യമുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റിയതല്ല. പിന്നെ നിങ്ങളായതുകൊണ്ട് ഇവിടെ ഇട്ടിരുന്നു. അപ്പോൾ അതിപ്പോൾ തിരിച്ചിവിടെ വേണം, ഒരു അത്യാവശ്യം അത് എടുക്കാൻ വന്നതാണ്. അല്ല, സ്റ്റൂള് ഞങ്ങളിപ്പോ ഉപയോഗിച്ചോണ്ടിരിക്കല്ലേ. ചേട്ടന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോവാം. ഔദാര്യം, നിങ്ങളെ ഔദാര്യം ഉപയോഗിച്ചിട്ട് തിരിച്ചിവിടെ തരണം അല്ലേ? ഞങ്ങളല്ലേ ഏൽപ്പിച്ചത് ഇതൊക്കെ? നിങ്ങളെ ഏൽപ്പിച്ചെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന മുഴുവൻ മേൽനോട്ടം എന്നെ ഏൽപ്പിച്ചിട്ടാണ് അളിയാൻ പോയത്. ഈ ഫർണിച്ചർ മുഴുവൻ വേണമെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടിടാം. പക്ഷെ ഞാൻ അത് ചെയ്യാത്ത എന്റെ മര്യാദ. ഇപ്പൊ കൊച്ച സ്റ്റൂൾ എടുത്തുണ്ടോ? അതെ, ഞങ്ങൾ ഇവിടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ഇതിന് എല്ലാത്തിനും കൂടി എഗ്രിമെന്റ്. പക്ഷെ ആ സ്റ്റൂൾ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ സ്റ്റൂൾ എല്ലാ ഫർണിച്ചേഴ്സും കൂടിയിട്ടാണ്. അയ്യോ, അത് ഫർണിച്ചർ അല്ല, അതൊരു പുരാവസ്തുവാണ്. അത് ഹവിൽദാർ ഓർമ്മയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റൂളാണ്. എങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എന്റെ ക്ലീറ്റസ് ഒരുപാട് പട്ടാളത്തിൽ നിന്ന് വന്ന ആ സ്റ്റൂളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതറിയാമോ? അങ്ങനെ ഒരു കഥയുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ അമ്പിളിച്ചേട്ടനില്ല. എനിക്ക് അമ്പിളിച്ചേട്ടനെ വേണ്ട, എനിക്ക് സ്റ്റൂൾ മതി. കൊച്ചു മാറിക്കേ. എന്താ ക്ലീറ്റസ് ചേട്ടൻ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്? ഞാൻ പറയാം, എനിക്ക് സ്റ്റൂൾ മാത്രം മതി, ഇവിടുന്ന് വേറെ ഒന്നും വേണ്ട. അതെ, ആ സ്റ്റൂളിന് എടുത്തോളന്നേ. എവിടെ പോവാ? ഞാൻ മാത്രമേ ഉള്ളപ്പോ ഇവിടെ ഇങ്ങനെ അതിക്രമിച്ച് കയറിയിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അല്ല, ഇത് എനിക്ക് സ്റ്റൂൾ എടുക്കാൻ വന്നതാണ്. എനിക്ക് വേറെ ഇവിടെ ഒന്നും വേണ്ട. ഞാൻ മോഷ്ടിക്കാനോ വെക്കാനോ വന്നില്ല. കൊച്ചാ, സ്റ്റൂൾ അവിടെ കിടപ്പുണ്ട്. അത് തന്നെ അമ്പിളിച്ചേട്ടൻ വന്നിട്ട് വാ. എനിക്ക് ആ സ്റ്റൂൾ കൊണ്ട് ഇപ്പൊ ഒരു അത്യാവശ്യം ഉണ്ട്, അത് എടുക്കാനാണ് വന്നത്. എന്താ എടുത്തിട്ട് അമ്പിളിച്ചേട്ടൻ എനിക്ക് പ്രശ്നമില്ല. കളിക്കാതെ മാറി. ആവശ്യത്തിന് കളിക്കരുത്. ഇത് വിടാനെന്ന് പറഞ്ഞാൽ സ്റ്റൂള് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാം. ആവശ്യമുള്ള സാധനം അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളുടെ സ്റ്റൂള് കളിക്കുന്ന പിന്നെ മര്യാദയ്ക്ക് ചോദിച്ചാൽ തന്നോളത്. കൈ പോവും. അങ്ങനെ തന്നെ പോലീസിനെ മാത്രമല്ല, ഇന്ത്യൻ മിലിറ്ററി മുഴുവനും വിളിക്കും. വിളിച്ചു വരുത്തിട്ട് വലിയൊരു പരാതി കൊടുക്കും. പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ കൊടുക്കും കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് ചോദിച്ചാ വെച്ചേ സ്റ്റൂൾ ഞാൻ എടുത്തിട്ട് മര്യാദയ്ക്ക് തരാന്ന് പറഞ്ഞ അവതാരം ഒന്നും വേണ്ട. ഇത് അയ്യോ, പിന്നെ കനകന്റെ അടുത്ത് നിങ്ങൾ ഒരു സമാധാനം എന്ന് പറയണ്ട. അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം കേട്ടാ. പോലീസിനെ വിളിക്കാൻ നിന്റെ കെട്ടിയ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ നീ കൂടുതൽ നിങ്ങളിക്കല്ലേ. നിന്റെ ഇത്ര നീളമുള്ള നാക്കെടുത്ത് ആദ്യം അകത്തിട്ട് ആണുങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ. അയ്യോ, അതെ, നിന്റെ കെട്ടിയ വന്ന പിന്നെ എനിക്ക് ഭ്രാന്ത് കൂടിയിട്ടുണ്ട്. അവന് മുഴുഭ്രാന്താണല്ലോ. സൗകര്യല്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്ന് അറിയണമെങ്കിൽ എന്റെ തങ്കത്തിന്റെ അടുത്ത് വന്ന് ഒരു അരമണിക്കൂർ സമയം ചെലവിടണം. അപ്പൊ പെണ്ണുങ്ങൾ എങ്ങനെ പെരുമാറണം, പെണ്ണുങ്ങളെ രീതി, അതങ്ങനെ നീ പെണ്ണല്ലോ. പിന്നെ എന്നെക്കാളും വലിയ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളതാ. ഓ, സമയമില്ലാത്ത സമയത്ത് ക്ലോക്ക് നിനക്ക് ഇപ്പോഴും തന്നെ വീഴണം. ഇനി അവിടെ കിടക്കും. കസേര കൂടെ കിടക്കണം. എന്തിനാണ് ഇപ്പൊ എൻ്റെ അളിയൻ്റെ കസേര ഇട്ട് അവനും അങ്ങനെ ഇരിക്കണം?